സഭാതർക്കം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിൽ കല്ലറയിൽ പ്രാർത്ഥിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് മറുവിഭാഗം ലംഘിച്ചതായി യാക്കോബായ വിഭാഗം ആരോപിച്ചു. ഇതോടെയാണ് മാതൃദേവാലയത്തിന്റെ ഗേറ്റുകൾ തുറന്ന് വിശ്വാസികൾ പ്രാർത്ഥന നടത്തിയതെന്നും ഇവർ വ്യക്തമാക്കി. വലിയ നോമ്പിൽ 3 ദിവസം സെമിത്തേരിയിലെ കല്ലറകളിൽ പ്രവേശിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നൽകിയ ഉത്തരവ് ലംഘിച്ച് മറുവിഭാഗം പ്രധാന ഗേറ്റ് പൂട്ടിയെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ പരാതി. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് യാക്കോബായ വിശ്വാസികൾക്ക് വലിയ നോമ്പിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയ 3 ദിവസം സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കാൻ പ്രത്യേകം നൽകിയ ഉത്തരവ് തിരസ്കരിക്കപ്പെട്ടുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വ്യാഴാഴ്ച രാവിലെ ജില്ലാ ഭരണകൂടം നൽകിയ ഉത്തരവ് വികാരിയെ ഏൽപ്പിക്കാനെത്തിയെങ്കിലും ഉത്തരവ് കൈപ്പറ്റാതെ തിരിച്ചു വിടുകയും പള്ളിയുടെ ഗേറ്റ് പൂട്ടി താക്കോലായി പോകുകയുമായിരുന്നുവെന്നും തുടർന്ന് പോലീസ് സബ് കളക്ടറുടെ 4 പേജ് ഉത്തരവ് പള്ളിയുടെ മതിലിൽ പതിച്ചുവെന്നും ഇവർ പറഞ്ഞു. പെസഹ കുർബാന കഴിഞ്ഞ് യാക്കോബായ വിശ്വാസികൾ ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ചേർന്ന് മാതൃദേവാലയത്തിന്റെ പ്രധാന ഗേറ്റിനു മുന്നിൽ പ്രാർത്ഥന നടത്തി. സ്ഥലത്തെത്തിയ റവന്യൂ പോലീസ് അധികാരികളോട് സെമിത്തേരി തുറന്നു തരാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും നിയമ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞുമാറിയെന്നും തുടർന്നാണ് ഗേറ്റുകൾ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചതെന്നും യാക്കോബായ വിഭാഗം പറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിൽ സുപ്രീം കോടതിയിൽ സെമിത്തേരികളിൽ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായാണ് ചാലിശ്ശേരിയിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, മന്ത്രി MP രാജേഷ്, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ചീഫ് സെക്രട്ടറി, DGP, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, DYSP, തഹസീൽദാർ എന്നിവർക്ക് പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. നമുക്കറിയാം, കേരള ഗവൺമെൻറ് ഒരു സെമിട്രി ആക്ട് അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കിയതനുസരിച്ച് എല്ലാവർക്കും വിശ്വാസികൾക്ക് പൂർവികയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അനുവാദമുണ്ട്. എന്നാൽ ചാലിശ്ശേരി സംബന്ധിച്ചിടത്തോളം ആ അനുവാദം നിഷേധിച്ചിരിക്കുകയാണ്. പൂർവികയുടെ കല്ലറയിൽ പോകുവാനുള്ളതായ അനുവാദം സബ് കളക്ടർ തരികയും അത് മറുവിഭാഗം കൈപ്പറ്റിയിട്ട് അതിന് നിഷേധാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് പൂർവികയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നതായി കാണുകയും വിശ്വാസികൾ ഒന്നടങ്കം ആ കളക്ടറുടെ ഓർഡറിന് പ്രകാരം പരിശുദ്ധ ദേവാലയത്തിലെ സെമിട്രിയിൽ പോയി പ്രാർത്ഥന നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്.